ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വാൾ. വില്യം ഷേക്സ്പിയർ എഴുതിയ ഒരു ട്രാജിക് പ്ലേ ആണ് ഹാംലെറ്റ്. പ്രിൻസ് ഹാംലെറ്റിൻ്റെ കഥയാണിത്. അച്ഛൻ ഹാംലെറ്റ് രാജാവിനെ കൊന്ന് രാജാധികാരം പിടിച്ചടക്കുകയും അമ്മ ഗെട്രൂഡിനെ വിവാഹം കഴിക്കുകയും ചെയ്ത അമ്മാവൻ ക്ലോഡിയസിനോട് പ്രിൻസ് ഹാംലെറ്റ് ചെയ്യുന്ന ഒരു റിവെഞ്ച് ആണ് ഈ പ്ലേയിലൂടെ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒരു ഷോർട്ട് കണ്ടന്റ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ തന്നെ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഈ ഡ്രാമ ഷേക്സ്പിയറിൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് പ്ലേ കൂടിയാണ്. ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് എൽസിനോ കാസ്റ്റിൽ എന്ന ഒരു പ്ലേസിലാണ്. ഡെൻമാർക്കിലെ ഒരു പ്ലേസാണത്. ഇത് ഫസ്റ്റ് പെർഫോമൻസ് ചെയ്യുന്നത് 1601 1602 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ്. ഫസ്റ്റ് ഹാംലെറ്റ്, ഡെൻമാർക്കിലെ രാജകുമാരൻ. ക്ലോഡിയസ്, ഡെൻമാർക്കിലെ കിങ്ങും ഹാംലെറ്റിൻ്റെ അങ്കിളുമാണ്. ഗെട്രൂഡ്, ഡെൻമാർക്കിലെ ക്വീനും അതുപോലെ തന്നെ ഹാംലെറ്റിൻ്റെ അമ്മയുമാണ്. ഗോസ്റ്റ് ഓഫ് ഹാംലെറ്റ്സ് ഫാദർ, ഹാംലെറ്റിൻ്റെ ഫാദറിൻ്റെ ഗോസ്റ്റ്. പൊലോണിയസ്, ക്ലോഡിയസിൻ്റെ ചീഫ് കൗൺസിലറാണ്. ഒഫീലിയ, പൊലോണിയസിൻ്റെ മകളും ഹാംലെറ്റിൻ്റെ ലവറും കൂടിയാണ്. ലിയാറ്റസ്, പൊലോണിയസിൻ്റെ മകനും ഒഫീലിയയുടെ ബ്രദറുമാണ്. ഹൊറേഷ്യോ, ഹാംലെറ്റിൻ്റെ ലോയൽ ഫ്രണ്ട്. റോസൻക്രാൻസ് ആൻഡ് ഗിൽഡസ്റ്റേൺ, ഹാംലെറ്റിൻ്റെ ഫ്രണ്ട്സ്. ഫോർട്ടിൻബ്രാസ്, നോർവേയിലെ പ്രിൻസ്. ഇവരാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ആക്ട് 1. ഹൊറേഷ്യോ ടെൽസ് ഹാംലെറ്റ് അബൌട്ട് ദ ഗോസ്റ്റ് ഓഫ് ഹിസ് ഫാദർ. ഹൊറേഷ്യോ ഹാംലെറ്റിനോട് പറയുന്നു, ഇന്നലെ രാത്രി ഞങ്ങൾ നിൻ്റെ അച്ഛൻ്റെ, നമ്മുടെ രാജാവായിരുന്ന ഹാംലെറ്റ് രാജാവിൻ്റെ ഗോസ്റ്റിനെ കണ്ടു എന്ന് ഹാംലെറ്റിനെ ഇൻഫോം ചെയ്യുന്നു. ഹാംലെറ്റ് ഡിസൈഡഡ് ടു വെയിറ്റ് ഫോർ ദ ഗോസ്റ്റ് അറ്റ് നൈറ്റ്. അടുത്ത രാത്രി ഹാംലെറ്റ് ഈ ഗോസ്റ്റിനെ വെയിറ്റ് ചെയ്ത് അർദ്ധരാത്രി നിൽക്കുന്നു. ദ ഗോസ്റ്റ് അപ്പിയേഴ്സ് ആൻഡ് ടെൽസ് ഹാംലെറ്റ് ദാറ്റ് ഹിസ് ഫാദർ വാസ് മർഡേർഡ് ബൈ ക്ലോഡിയസ്. Claudius has poured poison in his ears when he was asleep. ആ രാത്രി തന്നെ ഹാംലെറ്റിൻ്റെ അച്ഛൻ്റെ ഗോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയും ഹാംലെറ്റിനോട് നടന്ന കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. ഹാംലെറ്റിൻ്റെ ഫാദറിൻ്റെ ഗോസ്റ്റ് ഹാംലെറ്റിനോട് പറഞ്ഞു, നിൻ്റെ അങ്കിളായ ക്ലോഡിയസ് ആണ് എന്നെ വധിച്ചത്. ക്ലോഡിയസ് എൻ്റെ ചെവിയിലേക്ക് ഒരു പോയിസൺ ഒഴിച്ച് ഞാൻ ഉറക്കത്തിൽ മരണപ്പെടുകയാണ് ഉണ്ടായത്. ഇതാർക്കും അറിയില്ല. അതിനുശേഷം രാജാധികാരത്തിന് വേണ്ടി ക്ലോഡിയസ് തൻ്റെ അമ്മയായ ഗെട്രൂഡിനെ വിവാഹം കഴിക്കുകയും രാജാവായി വാഴുകയുമാണ്. ഇതിന് നീ ഒരു റിവെഞ്ച് ചെയ്യണമെന്ന് ഹാംലെറ്റിൻ്റെ ഫാദറിൻ്റെ ഗോസ്റ്റ് ഹാംലെറ്റിനെ ഇൻഫോം ചെയ്തു. പെട്ടെന്ന് ഫാദറിൻ്റെ ഗോസ്റ്റ് പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇത് ഹാംലെറ്റിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദന ഉണ്ടാക്കി. റിവെഞ്ച് ചെയ്യണമെങ്കിൽ ഗോസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് അറിയണമെന്ന് വിചാരിച്ച് ഹാംലെറ്റ് ഭ്രാന്തനായി അഭിനയിക്കാൻ തുടങ്ങി. തൻ്റെ അമ്മയും ഇതിലൊരു ഭാഗമായതിൽ ഹാംലെറ്റിന് അതിയായ വിഷമം വന്നു. ഇതിനെതിരെ താൻ എന്തായാലും ഒരു റിവെഞ്ച് ചെയ്യുമെന്ന് ഹാംലെറ്റ് തീരുമാനമെടുത്തു. ഇവിടെ മുതലാണ് ഈ പ്ലേയുടെ ഒരു ട്രാജിക് വേ ഓപ്പൺ ആകുന്നത്. ഇനി ആക്ട് 2. Polonius thinks Hamlet is mad in love with his daughter, Ophelia. King Claudius and Queen Gertrude welcome Rosencrantz and Guildenstern, friends of Hamlet, and ask them to find out the reason behind Hamlet's weird behavior. Hamlet decided to stage a play, Murder of Gonzago, that features a murder similar to the way his father was murdered according to what the ghost said. Hamlet wants to study the reaction of Claudius on watching the play. ഹാംലെറ്റിൻ്റെ ഈ ഭ്രാന്ത് കണ്ട് പൊലോണിയസ് വിചാരിച്ചു, തൻ്റെ ഡോട്ടറായ ഒഫീലിയയുമായുള്ള ലവ് അഫെക്ഷൻ കൂടിയിട്ടാണ് ഹാംലെറ്റിന് ഈ ഭ്രാന്ത് വന്നത് എന്ന്. ക്ലോഡിയസും അതുപോലെ തന്നെ ഹാംലെറ്റിൻ്റെ മദറായ ഗെട്രൂഡും ഹാംലെറ്റിൻ്റെ ഫ്രണ്ട്സായ റോസൻക്രാൻസിനെയും ഗിൽഡസ്റ്റേണിനെയും വിളിച്ചു വരുത്തി. എന്നിട്ട് അവരോട് ചോദിച്ചു, എന്താണ് ഈ ഭ്രാന്തിന് പിന്നിലുള്ള ട്രൂത്ത് എന്ന്.
ഹാംലെറ്റ് കൊട്ടാരത്തിൽ വെച്ച് ഒരു ഡ്രാമ അവതരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ പേരായിരുന്നു മേർഡർ ഓഫ് ഗോൺസാഗോ. തൻ്റെ അച്ഛൻ്റെ കൊലപാതകവുമായി വളരെ സിമിലർ ആയിട്ടുള്ള ഈ ഡ്രാമ ഇത് അവതരിപ്പിക്കുമ്പോൾ അമ്മയായ ഗെട്രൂഡിൻ്റെയും മംഗളായ ക്ലോഡിയസിൻ്റെയും മനസ്സിലുണ്ടാകുന്ന വിഷമം അവരുടെ ഫേസിൽ അത് പുറത്തു വരുമോ എന്നറിയാൻ വേണ്ടിയായിരുന്നു ഹാംലെറ്റ് ഈ ഡ്രാമ അവതരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ ഡ്രാമ നടക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കൊട്ടാരത്തിൽ നടന്നു. ഹാംലെറ്റിന് വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കണമായിരുന്നു തൻ്റെ അമ്മയുടെയും അതുപോലെ തൻ്റെ അങ്കിളിൻ്റെയും റിയാക്ഷൻ എന്തായിരുന്നു എന്ന്. ഇതിൽ നിന്നും വേണം ഹാംലെറ്റിന് ട്രൂത്ത് എന്താണ്, ഗോസ്റ്റ് പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള അവസാനത്തെ വഴിയായി ഹാംലെറ്റ് ഇതിനെ ഉപയോഗിച്ചു. ആക്ട് 3. Claudius observes Ophelia and Hamlet and is convinced that Hamlet is no mad for love. ക്ലോഡിയസ് ഹാംലെറ്റിൻ്റെ ഈ ഭ്രാന്ത് കണ്ട് ഒരു സംശയം തോന്നി ഒഫീലിയയും ഹാംലെറ്റും സംസാരിക്കുന്നത് നിരീക്ഷിച്ചു. ഇതിലൂടെ ക്ലോഡിയസിന് മനസ്സിലായി ഹാംലെറ്റിൻ്റെ മാഡ് എന്ന് പറയുന്നത് അതൊരു അഭിനയമാണ് എന്ന്. Claudius feels guilty and uncomfortable while watching the play Murder of Gonzago, leaves the room in haste. ഡ്രാമ നിരീക്ഷിക്കുന്ന ഗെട്രൂഡും അതുപോലെ തന്നെ അങ്കിളായ ക്ലോഡിയസും മറ്റംഗങ്ങളുമുണ്ട്. ഡ്രാമ നടന്നുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് ക്ലോഡിയസിൻ്റെ മുഖം വിവർണമായി. ക്ലോഡിയസ് പെട്ടെന്ന് തൻ്റെ റൂമിലേക്ക് നടന്നു നീങ്ങി. ഇത് ഹാംലെറ്റിന് ഉറപ്പായി തൻ്റെ അച്ഛനെ കൊന്നത് ക്ലോഡിയസ് തന്നെയാണ് എന്ന്. പ്രയർ സീൻ. ഹാംലെറ്റ് വാച്ചസ് ക്ലോഡിയസ് പ്രേയിങ് ആൻഡ് ഡിസൈഡഡ് നോട്ട് ടു കിൽ ഹിം. അതിന് പുറമെ ഹാംലെറ്റും ക്ലോഡിയസിൻ്റെ റൂമിലേക്ക് ചെന്നു. ഈ സമയത്ത് ഹാംലെറ്റ് ക്ലോഡിയസ് പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ സമയത്ത് ഹാംലെറ്റ് ക്ലോഡിയസിനെ വധിക്കാൻ അവസരമുണ്ടായിട്ടും അത് ചെയ്തില്ല. കാരണം ഈ സമയത്ത് ക്ലോഡിയസിനെ താൻ വധിച്ചു കഴിഞ്ഞാൽ അത് ക്ലോഡിയസിൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുമെന്നൊരു ധാരണയോടുകൂടി ഹാംലെറ്റ് ആ ഒരു ശ്രമം അവിടെ ഉപേക്ഷിച്ചു. ഹാംലെറ്റ് വിസിറ്റസ് ഗെട്രൂഡസ് ചേംബർ ആൻഡ് ദേ ഫൈറ്റ് ബിറ്റർലി. അതിനുശേഷം ഹാംലെറ്റ് ഗെട്രൂഡിൻ്റെ ചേംബറിലേക്ക് ചെന്നു. അവിടെ വെച്ച് അവർ തമ്മിലൊരു വാക്കുതർക്കമുണ്ടായി. ഹാംലെറ്റ് ആക്സിഡൻ്റലി കിൽസ് പൊലോണിയസ് ഹു വാസ് ഹൈഡിങ് ഇൻ ഗെട്രൂഡ്സ് ചേംബർ. ആ ഒരു തർക്കത്തിൽ ഹാംലെറ്റ് പെട്ടെന്നറിയാതെ ആക്സിഡൻ്റലി അവിടെ ചേംബറിൻ്റെ പിറകിൽ ഒളിച്ചിരുന്ന പൊലോണിയസിനെ കൊല്ലാനിടയായി. ആക്ട് 4. Claudius sends Hamlet to England with Rosencrantz and Guildenstern, tells the English king to execute Hamlet. His plan fails as Hamlet returns back to Denmark, fooling his friends. ക്ലോഡിയസിൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു വിഷമം തോന്നി. താൻ ചെയ്ത തെറ്റ് അത് ഹാംലെറ്റ് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ക്ലോഡിയസ് ഹാംലെറ്റിനെ വളരെ വിദഗ്ധമായി ഇംഗ്ലണ്ടിലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിച്ചു. ഹാംലെറ്റിൻ്റെ തന്നെ ഫ്രണ്ട്സായ റോസൻക്രാൻസിൻ്റെയും ഗിൽഡൻസ്റ്റേണിൻ്റെയും കൂടെയാണ് പറഞ്ഞയച്ചത്. അവരുടെ കൂടെ ഒരു ലെറ്ററും കൊടുത്തിരുന്നു ഇംഗ്ലീഷ് കിങ്ങിന് നൽകുവാൻ വേണ്ടി. അതിൽ ഹാംലെറ്റിനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നാണ്, തല വെട്ടണമെന്നാണ് അതിൽ പറഞ്ഞിരുന്നത്. ഈ പ്ലാൻ മനസ്സിലാക്കിയ ഹാംലെറ്റ് അവരെ കബളിപ്പിച്ചുകൊണ്ട് ഡെൻമാർക്കിലേക്ക് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി. Claudius convinces Leatus that Hamlet is solely responsible for the death of Polonius. പൊലോണിയസിൻ്റെ മകനായ ലിയാറ്റസിനെ ക്ലോഡിയസ് പറഞ്ഞ് വിശ്വസിപ്പിച്ചു മനഃപൂർവ്വമാണ് ഹാംലെറ്റ് നിൻ്റെ അച്ഛനെ കൊന്നത് എന്ന്. Claudius proposes a fencing match between Hamlet and Leatus with the intention of killing Hamlet. ക്ലോഡിയസിൻ്റെ മനസ്സിൽ ഇവരെ രണ്ടുപേരെയും ലിയാറ്റേഴ്സിനെയും ഹാംലെറ്റിനെയും തമ്മിൽ തല്ലിച്ച് ഹാംലെറ്റിനെ വധിക്കണമെന്നതായിരുന്നു ക്ലോഡിയസിൻ്റെ മനസ്സിലെ ഉദ്ദേശം. ഗെട്രൂഡ് റിപ്പോർട്ട്സ് ദാറ്റ് ഒഫീലിയ ഹാസ് ഡ്രൗൺഡ്. ഇത് മനസ്സിലാക്കിയ ഒഫീലിയ സ്വയം മരിച്ചു. ആക്ട് 5. Grave digger scene. Hamlet meets Horatio in the graveyard of Ophelia, contemplates on mortality. ഹാംലെറ്റ് ഹൊറേഷ്യയെ ഒഫീലിയയുടെ ഗ്രേവ്യാർഡിൽ വെച്ചും കണ്ടുമുട്ടി.
ഹാംലെറ്റ് ആൻഡ് ലിയാറ്റസ് എൻഗേജ് ഇൻ ദ ഫെൻസിംഗ് മാച്ച് പ്ലാനഡ് ബൈ ക്ലോഡിയസ്. ക്ലോഡിയസിൻ്റെ പ്ലാൻ മുഖേന ഹാംലെറ്റും ലിയാറ്റേഴ്സും തമ്മിലൊരു തുറന്ന യുദ്ധത്തിന് തയ്യാറായി. ലിയാറ്റേഴ്സിൻ്റെ മനസ്സിൽ ഹാംലെറ്റിനോട് കടുത്ത വിദ്വേഷമായിരുന്നു. തൻ്റെ സിസ്റ്ററും തൻ്റെ അച്ഛനായ പൊലോണിയസും രണ്ടുപേരുടെയും മരണത്തിനിടയാക്കിയ ഹാംലെറ്റിനെ തീർച്ചയായും താൻ വധിക്കുമെന്ന് ലിയാറ്റേഴ്സ് മനസ്സിൽ ഉറച്ചു വിശ്വസിച്ചു. ഗെറ്റ്രൂഡ് ആക്സിഡൻ്റലി ഡ്രിങ്ക്സ് ദ പോയിസൺഡ് വൈൻ പ്രിപ്പയർഡ് ഫോർ ഹാംലെറ്റ് ആൻഡ് ഡൈസ്. ലിയാറ്റേഴ്സും ഹാംലെറ്റും യുദ്ധത്തിന് തയ്യാറായിരിക്കുന്ന സമയത്ത് വിജയിക്കുന്ന ആൾക്ക് കുടിക്കാൻ വേണ്ടി ക്ലോഡിയസ് അവിടെ ഒരു വൈൻ കരുതി വെച്ചിരുന്നു. ആ വൈനിൽ പോയിസൺ നിറച്ചിരുന്നു. ഗെറ്റ്രൂഡ് അറിയാതെ ആ പോയിസൺ വൈൻ എടുത്ത് കഴിക്കുകയും ഗെറ്റ്രൂഡ് മരണപ്പെടുകയും ചെയ്തു. ബോത്ത് ലിയാറ്റേഴ്സ് ആൻഡ് ഹാംലെറ്റ് ഗെറ്റ് വൗണ്ടഡ് ബൈ ദ പോയിസൺ ടിപ്പ്ഡ് സ്വാഡ്. ലിയാറ്റേഴ്സിന് ക്ലോഡിയസ് നൽകിയിരുന്നത് ഒരു പോയിസൺഡ് വാളായിരുന്നു. ഈ വാൾ വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ, മുറിവുണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഹാംലെറ്റ് മരിക്കും. ഈ മരണം കാത്തുകൊണ്ട് നിൽക്കെ ഹാംലെറ്റിൻ്റെ ശരീരത്തിൽ മുറിവുകളായി. എന്നാൽ ആ വാൾ തിരിച്ചു വാങ്ങിക്കൊണ്ട് ഹാംലെറ്റ് ലിയാറ്റേഴ്സിനെ വധിച്ചു. തൽക്ഷണം തന്നെ ക്ലോഡിയസിനെയും വധിച്ചു. ബിഫോർ ഡൈയിങ് ഹാംലെറ്റ് കിൽസ് ക്ലോഡിയസ്. ഹാംലെറ്റ് മരണത്തിൻ്റെ തൊട്ടു മുന്നിലെത്തി. ആ സമയം ആ വാൾ കൊണ്ട് ക്ലോഡിയസിനെ വധിച്ചു. ഹൊറേഷ്യോ എക്സ്പ്ലെയിൻസ് ദ ട്രൂത്ത് ടു ഫോർട്ടിൻബ്രാസ് ഹു ബിക്കെയിം ദ ന്യൂ കിങ്. ഹൊറേഷ്യോട് ഹാംലെറ്റ് പറഞ്ഞു, ഈ സംഭവം നീ ഫോർട്ടിൻബ്രാസിലെ കിങ്ങിനോട് പറയണം. എന്നിട്ട് അടുത്ത കിങ്ങായി, ഡെൻമാർക്കിൻ്റെ അടുത്ത കിങ്ങായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കണമെന്ന് ഹാംലെറ്റ് ഹൊറേഷ്യോട് പറഞ്ഞു. അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളോട്, പ്രജകളോട് നീ ഈ കാര്യം അറിയിക്കുകയും ചെയ്യണം, ഈ ഒരു ചതിയുടെ കഥ അറിയിക്കുകയും ചെയ്യണമെന്ന് ഹാംലെറ്റ് ഹൊറേഷ്യോട് പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു. അങ്ങനെ ഈ ഡ്രാമയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും മരിച്ചു കഴിഞ്ഞു. സ്ട്രക്ചർ ഓഫ് റിവെഞ്ച് പ്ലേ. എക്സ്പോസിഷൻ യൂഷ്വലി ബൈ എ ഗോസ്റ്റ് ഓർ ബൈ വിക്ടിം ഇൻ ദ ഫൈനൽ മൊമെൻറ്റ്സ്. ഒരു റിവെഞ്ച് പ്ലേയുടെ സ്ട്രക്ചർ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഇതിലൊരു ഗോസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ദൃക്സാക്ഷിയുടെ ഒരു സീൻ വരുന്നുണ്ട്. ആൻറ്റിസിപ്പേഷൻ, ആൻ ഇലാബറേറ്റ് പ്ലാൻ ഫോർ ക്യാരിങ് ഔട്ട് ഓഫ് റിവെഞ്ച് ഈസ് പ്രിപ്പയർഡ്. വളരെ ഒരു ദീർഘമായ സമയമെടുത്തിട്ടാണ് ഇതിന് വേണ്ട റിവെഞ്ചിന് വേണ്ട പ്ലാൻ തയ്യാറാക്കുന്നത്. കോൺഫ്രണ്ടേഷൻ, where the revenger and the villain come face to face. റിവെഞ്ചറും വില്ലനും ഒരു ഫേസ് ടു ഫേസ് വരുന്നത്. ലിയാറ്റേഴ്സും അതുപോലെ തന്നെ ഹാംലെറ്റും ഒരു ഫേസ് ടു ഫേസ് വരുന്നുണ്ട്. ക്ലോഡിയസും ഹാംലെറ്റും ഇതിലൊരു ഫേസ് ടു ഫേസ് വരുന്നുണ്ട്. ഡിലേ, ദ അവെഞ്ചർ കീപ്സ് പോസ്റ്റ്പോണിങ് ടേക്കിംഗ് ആക്ഷൻ ഡ്യൂ ടു മോറൽ ഓർ പേഴ്സണൽ റീസൺസ്. ഇവിടെ ഒരു ഡിലേ വരുന്നത് ഹാംലെറ്റ് എന്ന പ്ലേ ഒരു ലെങ്തി പ്ലേ ആകുന്നതും ക്ലോഡിയസിനെ പെട്ടെന്ന് വധിക്കാതെ ഒരു ദീർഘിപ്പിച്ച് കൊണ്ടുപോകുന്നത് ഈ പ്ലേയുടെ ഒരു ലെങ്ത് കൂടാനും അതുപോലെ തന്നെ ഇതിലൊരു മൊറാലിറ്റി മനസ്സിലാക്കാനും കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ചെയ്യാനുമാണ് ഹാംലെറ്റ് ഉദ്ദേശിച്ചത്. ഫുൾഫിൽമെൻറ്റ്, ബോത്ത് ദ അവെഞ്ചർ ആൻഡ് ദി വില്ലൻ ആർ ഡെസ്ട്രോയിഡ് അലോങ് വിത്ത് ഇന്നസെൻറ്റ് ബൈസ്റ്റാൻഡേഴ്സ്. ഇതിൽ അവെഞ്ചറും അതുപോലെ തന്നെ വില്ലനും ഒരുപാട് പേരുടെ, നിരപരാധികളായ ഒരുപാട് പേരുടെ മരണത്തിന് കാരണക്കാരായി എന്നുള്ളതും ഒരു റിവെഞ്ച് പ്ലേയുടെ ഒരു സ്ട്രക്ചർ പാറ്റേണിൽ വരുന്നതാണ്. ഷേക്സ്പിയറുടെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാജഡികളാണ് കിങ് ലിയർ, ഒഥല്ലോ, മാക്ബത്ത് ഇവയെല്ലാം.